الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധികൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോട് തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകും. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ കടന്നു പോകുമ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണ് വിവാഹം. വിവാഹം എന്നതൊരാഘോഷമല്ല, മറിച്ച് അതൊരു പവിത്രമായ ആചാരമാണ് എന്ന് തിരിച്ചെടുത്തുന്ന മനുഷ്യൻ വിട്ടുപോയിട്ടുണ്ട്. എല്ലാം ആഘോഷിക്കുക, എല്ലാം ആർമാദിക്കുക, എല്ലാം ആഹ്ലാദിക്കുക എന്നുള്ള ഒരു വശത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകുമ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളെ മറന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതൊരാചാരമാണ്, സാമൂഹികമായ പ്രബലമായ ഒരു കരാറാണ്. അതിലും പുറമെ അള്ളാഹുവിനോടുള്ള വലിയൊരു ഇബാദത്താണ്. അള്ളാഹു നമുക്ക് നൽകിയ നല്ല ഒരു ദൃഷ്ടാന്തമാണ് വിവാഹമെന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. വിവാഹത്തിൻ്റെ ലക്ഷ്യം തന്നെ പരസ്പരം സംതൃപ്തി അടയലും പരസ്പരം ശാന്തി അടയലുമാണ്. അതുകൊണ്ട് തന്നെ വിവാഹമെന്നതിനെ ഗൗരവത്തോടുകൂടി അതിന് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു നിന്നും ആ ആചാരത്തിൽ എന്തൊക്കെയാണോ അങ്ങൊന്ന് പഠിപ്പിച്ചത് അതാണ് ആ ഒരു വിവാഹത്തിൽ നടക്കേണ്ടത്. എന്നാൽ ഇപ്പോഴത്തെ വിവാഹ ദിനങ്ങളിൽ അതല്ല നടക്കുന്നത്. 4ഉം 5ഉം 3ഉം 2ഉം ദിവസങ്ങളൊക്കെ കല്യാണങ്ങൾ നീണ്ടു നിൽക്കുന്നൊരവസ്ഥയുണ്ട്. വിവാഹത്തിന് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിവാഹം കഴിക്കുന്നവരുടെ പിതാക്കളോടും രക്ഷിതാക്കളോടും വിവാഹം കഴിക്കുന്നവരോടും പറയാനുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വരും തലമുറയും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അവരുടെ വൈവാഹിക ജീവിതം ബർക്കത്തുള്ളതാകും, അവരുടെ ഉപജീവനം വിശാലമാകും. ഏറ്റവും ആദ്യമായി വേണ്ടത് വിവാഹത്തിന് തയ്യാറെടുക്കുന്ന ആൾ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദാമ്പത്യത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ അത്യാവശ്യമാണ്. ആ ധാരണയൊന്നുമില്ല. പഠനത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ജോലി കിട്ടിയ ഉടനെ ആ ജോലി തിരക്കുകൾക്കിടയിൽ
ഒരു വരനായി ഒരു വധുവായി ഒരുങ്ങി വന്ന് എന്തോ ഒരു കരാറ് സ്വീകരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാളും ഒപ്പം ജീവിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ദാമ്പത്യത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് തൊലാഖുണ്ടാകുന്നത്. അതുകൊണ്ട് ആ കാര്യം രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം നിരത്തിലിറക്കിയാൽ അപകടം സംഭവിക്കുന്നത് പോലെ തന്നെയാണ് ദാമ്പത്യത്തെക്കുറിച്ച് അറിവില്ലാതെ വിവാഹം കഴിച്ചാൽ 2 പേരല്ല 4 പേരല്ല 6 പേരും ബുദ്ധിമുട്ടും. പെണ്ണിൻ്റെ രക്ഷിതാക്കളും ആണിൻ്റെ രക്ഷിതാക്കളും ആണും പെണ്ണും ബുദ്ധിമുട്ടുന്നിടത്തേക്ക് ഈ വൈവാഹിക രംഗങ്ങൾ അപകടകരമായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് തെറ്റിപ്പോരലും ഇവിടെ നിൽക്കലും മധ്യസ്ഥം വഹിക്കലും ഒക്കെയായി എന്തോ ഒരവസ്ഥയിലേക്ക് വൈവാഹിക ജീവിതം കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ തിരിച്ചറിവ് രക്ഷിതാക്കൾക്കും ഈ കല്യാണം കഴിക്കുന്ന മക്കൾക്കും അത്യാവശ്യമാണ്. ഇസ്ലാമിക നിയമങ്ങൾ, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അവകാശങ്ങൾ, പരസ്പരമുള്ള ബഹുമാനത്തിൻ്റെ പ്രാധാന്യം, സാമ്പത്തികമായ ആസൂത്രണം എന്നിവ പഠിച്ച ശേഷമായിരിക്കണം വിവാഹത്തിലേക്ക് യഥാർത്ഥത്തിൽ പ്രവേശിക്കേണ്ടത്. കൃത്യമായ ദീനീ പഠനവും കാഴ്ചപ്പാടും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ഒരു വിവാഹവും പിന്നീട് ഡൈവേഴ്സിലേക്ക് പോകേണ്ട ഒരവസ്ഥ ഉണ്ടായിത്തീരുകയില്ല. വൈവാഹിക രംഗത്ത് പ്രയാസങ്ങൾക്ക് കാരണം കാഴ്ചപ്പാടിൻ്റെ കുറവാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇതാരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ എത്ര പണം കല്യാണത്തിന് പൊടിച്ചാലും ഒരാളുടെ മുന്നിൽ കൊണ്ടുപോയിരുത്തി എന്താണ് കല്യാണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളെ തേടിപ്പിടിച്ച് കണ്ടെത്തി അയാളുടെ മുന്നിൽ ഈ വധുവിനെയും വരനെയും എത്തിക്കുന്നതിൽ രക്ഷിതാക്കൾ വമ്പൻ പരാജയപ്പെടുന്നുണ്ട്. അതെത്തിക്കാത്തിടത്തോളം കാലം 1 കോടി കല്യാണത്തിന് ചെലവഴിച്ചാലും 4 ദിവസമായാൽ കുത്തനെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മകളെ കാണുമ്പോൾ നെഞ്ചുപൊട്ടുന്നവർക്ക് ഉള്ള മുന്നറിയിപ്പാണ് ഈ കുട്ടിക്ക് കാഴ്ചപ്പാടുണ്ടായിട്ടില്ല എന്ന് തിരിച്ചറിവ്. കല്യാണ ദിവസം നിക്കാഹ്, വന്നു ചേർന്നവരുടെ പ്രാർത്ഥന, അന്ന് നൽകുന്ന ഭക്ഷണം നൽകിയതിൻ്റെ പുണ്യം, കുടുംബ ബന്ധങ്ങൾ ചേർക്കാനുള്ള ഒരു അവസരമാണ് കല്യാണം. ഇതൊക്കെ കാറ്റിൽ പറത്തുന്നൊരവസ്ഥയാണ്. നിക്കാഹിൻ്റെ ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകൾ മുള്ളിലിരിക്കുന്നത് പോലെ ഇരിക്കും. എപ്പോഴാ ഒന്ന് കഴിയുക 10 മിനിറ്റോ 16 മിനിറ്റോ 23 മിനിറ്റോ 28 മിനിറ്റോ ഖുതുബയുണ്ടെങ്കിൽ എന്തോ ഒരസ്വസ്ഥത. ഉപദേശം കേൾക്കുന്നതിലുണ്ടാകുന്ന കൗമാരക്കാർക്കുണ്ടാകുന്ന ഇറിറ്റേഷനേക്കാൾ കാരണവന്മാർക്കും അതേപോലെ അവിടെ ഇരിക്കുന്നവർക്കും ഇറിറ്റേഷൻ വരുന്നൊരവസ്ഥയുണ്ട്. പാടില്ല സുഹൃത്തുക്കളെ. ആ സമയം വലിയൊരു കാര്യമാണ്. അത്രയും ആളുകൾ ഒരുമിച്ച് കൂട്ടി 2 വാക്ക് പറയുന്നതിൽ അസ്വസ്ഥത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇബ്ലീസ് ഉണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. അതിനപ്പുറം ചെയ്യുന്നതെല്ലാം വൈവാഹിക ജീവിതത്തിൽ നല്ലത് വരുത്താനല്ല, നിക്കാഹ് നല്ലത് വരുത്താനാണ്. വന്നു ചേർന്നവരുടെ പ്രാർത്ഥന നല്ലത് വരുത്താനാണ്. ഭക്ഷണം നൽകിയതിൻ്റെ പുണ്യം സ്വീകരിക്കുന്നത് അത് നന്മ വരുത്താനാണ്. കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നത് നന്മ. ഈ 4 കാര്യങ്ങളെ വിവാഹത്തിൽ നടക്കാൻ പറ്റുള്ളൂ. 5ാമത്തെ ഒരു കാര്യം വിവാഹത്തിലില്ല. മഹർ കൊടുത്ത് കല്യാണം കഴിക്കുന്ന നിക്കാഹ് അല്ലാതെ വിവാഹത്തിൽ അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. വിവാഹത്തിൽ പെൺകുട്ടിക്ക് നൽകേണ്ട മഹർ, വിവാഹമൂല്യം നിർബന്ധമുള്ള അവകാശമാണ്. അത് വെക്കാറില്ല ഈ കാലഘട്ടത്തിൽ. അതൊരു അമിത ഭാരമാകാൻ പാടില്ല. അത് കൊടുക്കുമ്പോൾ അതൊരു ഭാരമായി പുരുഷന്മാർ കാണുന്നുണ്ടെങ്കിൽ അത് സ്വതക്കയാണ്, അത് സംതൃപ്തിയോടുകൂടി കൊടുക്കേണ്ടതാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പരീത്തപ്പുഴ ഗുരുവിൻ്റെ തൂക്കം സ്വർണം മഹർ നൽകിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ വീട്ടുകാരിൽ നിന്ന് സ്ത്രീധനമോ അനാവശ്യമായ സമ്മാനങ്ങളോ ഉള്ളിൽ കൂടി കാറോ അല്ലെങ്കിൽ ജോലിയോ എന്തെങ്കിലും വാങ്ങിയാൽ ആ സ്വത്ത് തൃപ്തിയില്ലാത്ത സ്വത്താണ്. ആ ഒരു രക്ഷിതാവിൻ്റെ ചോര നീരാക്കി വിയർപ്പാക്കി അല്ലാഹു തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തരാൻ കൽപ്പിക്കാത്തത് പിടിച്ചു വാങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. കാറ് വാങ്ങുന്നത് ഇപ്പോഴും ആളുകൾക്ക് ശീലമാണ്. ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സംഭവിച്ച് തിരിച്ചു കൊടുക്കേണ്ടി വന്നാൽ ഇരട്ടി ചോദിക്കുന്ന ഒരു സംസ്കാരമില്ലായ്മയും പെൺവീട്ടുകാരിൽ നിന്നുണ്ടാകുന്നു. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കല്യാണത്തിൽ നമ്മൾ എന്തിനു സഹകരിക്കണം, എന്തിനു സഹകരിക്കാതിരിക്കണം എന്നൊരു മിനിമം ബുദ്ധിയെങ്കിലും മുഅ്മിനായ ആളുകൾക്ക് അത്യാവശ്യം.
ആവശ്യമാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഒരിക്കലും പുണ്യത്തിൽ സഹകരിക്കണം, തഖ്വയുള്ള വിഷയത്തിൽ സഹകരിക്കണം, പാപത്തിൽ സഹകരിക്കാൻ പാടില്ല. ശത്രുതയിൽ പരസ്പരം ശത്രുത ഉണ്ടാക്കുന്നതിൽ സഹകരിക്കാൻ പാടില്ല. അപ്പോൾ പാപത്തിൽ നിസ്സഹകരണം കാണിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. തലേന്നുണ്ടാകുന്ന ഗാനമേളയിൽ കാലും കയറ്റിയിരുന്ന് എല്ലാ ഗാനമേളയും ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. വലാ തആവനു അലൽ ഇസ്മ. അവിടെ സംഗീതം എന്നത് പാപമാണ്. ആ പാപത്തെ വെച്ചാണ് കല്യാണം തുടങ്ങുന്നത് തന്നെ. അത് നിക്കാഹിൻ്റെ തലേന്ന് തന്നെ തുടങ്ങുകയാണ് ഈ ഒരു കൊട്ടും പാട്ടുമൊക്കെ. അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടും. ജീവിതം മുഴുവൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെങ്കിലും ആണെന്നും ഇനി ഭാവിയിൽ ജീവിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം വേണമെന്നും കാരുണ്യം വേണമെന്നും ഉള്ള വിശ്വാസത്തിൻ്റെ കുറവാണ് യഥാർത്ഥത്തിൽ കല്യാണത്തിൽ കാണിക്കുന്ന ഈ പേക്കൂത്തുകളൊക്കെ, കല്യാണത്തിൽ കാണിക്കുന്ന ഈ ദുരഭിമാനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. അതൊക്കെ നിർത്തേണ്ടതാണ്. മുസ്ലിം സമുദായത്തിൽ ആണ് അധികം ഇതുള്ളത് എന്ന് നമ്മളെല്ലാം വമ്പം വായിൽ പറയുകയും നമ്മുടെ കുട്ടിയുടെ കല്യാണം വരുമ്പോൾ കൃത്യമായി അത് നടപ്പിൽ വരുത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ദുഷിച്ച സംസ്കാരത്തിലേക്ക് മുസ്ലിം സമുദായം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമുദായവും നശിച്ചത് ധൂർത്തുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിഷേധിച്ചത് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയെ വിലവെക്കാത്തത് കൊണ്ടാണ് സമൂഹങ്ങൾ നശിച്ചത്. മുസ്ലിം സമുദായത്തിനും നാശം വരുന്നുണ്ടെങ്കിൽ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന വിവാഹത്തിലെ ധൂർത്തെന്ന് മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ വിവാഹത്തിൻ്റെ പേരിൽ നടക്കുന്ന ധൂർത്തും ആഭാസങ്ങളും ഇസ്ലാമിക സംസ്കാരത്തിന് തീർത്തും വിരുദ്ധമാണ്. ഇസ്ലാമിക സംസ്കാരത്തിൽ പെണ്ണിനെ പ്രദർശിപ്പിക്കുക എന്നൊരു വസ്തുതയേയില്ല. കല്യാണത്തിൻ്റെ സമയത്ത് പെണ്ണ് പുട്ടിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കുക എന്നൊരു ഏർപ്പാട് ഇസ്ലാമിലില്ല, ഇസ്ലാമിലില്ല, ഇസ്ലാമിലില്ല. അത് ഇസ്ലാമിന് പുറത്തുള്ള സംസ്കാരമാണ്. അത് സ്വീകരിക്കുന്നവർ ആ കുട്ടിയുടെ വൈവാഹിക ജീവിതത്തിൻ്റെ ബർക്കത്ത് ഊറ്റിയെടുക്കുകയാണ്. ആ കുട്ടിയുടെ ഭാവി ജീവിതത്തിൻ്റെ സന്തോഷത്തെ തകർത്ത് കളയുകയാണ്. ഒരു ദിവസത്തെ സന്തോഷം കിട്ടുമ്പോൾ, ഒരു ദിവസത്തെ ആഘോഷത്തിൻ്റെ സന്തോഷം കിട്ടുമ്പോൾ പിന്നെയുള്ള ജീവിതത്തിലെ മുഴുവൻ ബർക്കത്തും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ സന്തോഷമൊക്കെ, എന്തിനാണ് ആ ആഹ്ലാദമൊക്കെ? ആലോചിക്കേണ്ടതുണ്ട്. ലക്ഷങ്ങൾ പൊടിച്ച് ഭക്ഷണം ദുർവ്യയം ചെയ്യുന്നു, അലങ്കാരങ്ങൾ ഇഷ്ടം പോലെയാക്കുന്നു. ഇതൊക്കെ ധൂർത്താണ്. ഒരു കല്യാണം നടത്തണമെങ്കിൽ ഒരാൾക്ക് ഏറി വന്നാൽ ആ സ്വർണ്ണമടക്കം 5 ലക്ഷം 6 ലക്ഷം ഉണ്ടെങ്കിൽ കല്യാണം നടത്തുന്നിടത്ത് 1 കോടിയും 1.25 കോടിയും ചെലവാക്കി കല്യാണം നടത്തുന്നു. 4 ദിവസം കഴിഞ്ഞാൽ, 1 മാസം കഴിഞ്ഞാൽ, 6 മാസം കഴിഞ്ഞാൽ കുട്ടി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ആ 1.25 കോടിയുടെ ഉത്തരമെന്താ? ആ ചെലവാക്കിയതിൽ അള്ളാഹുവിൻ്റെ ദീനിനും അള്ളാഹുവിനും തൃപ്തിയുള്ള എന്ത് കാര്യമാണ് നടന്നത്? ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. തീർച്ചയായും ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ്. ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ്. ഞാൻ ഖുത്ബയിൽ വിടുവായത്തും പറയുന്നതല്ല, അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹുവിൻ്റെ വാക്കായി വന്ന വാക്കാണ് ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഭക്ഷണം വെച്ച് ഭക്ഷണം അവസാനം എത്ര ബാക്കിയുണ്ടാകും? 750 ആളുകളുണ്ടെങ്കിൽ 500 ആൾക്ക് മന്തി വെക്കുന്നു, 500 ആൾക്ക് ബിരിയാണി വെക്കുന്നു. ഈ 750 കഴിഞ്ഞ് 250 ആളുടെ ഭക്ഷണം എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക. ധൂർത്ത് ഇസ്ലാമിൽ പിശാചിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. വിവാഹത്തലേന്നും ചടങ്ങിൻ്റെ ദിവസവും വരനെയും വധുവിനെയും അവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള വൈകൃതങ്ങൾ കാണിക്കുന്നു. എന്തൊക്കെ തരത്തിലാണ് വരൻ സ്റ്റേജിലേക്ക് വരുന്നത്? 1 മണിക്കൂർ 1.25 മണിക്കൂർ സ്റ്റേജിലേക്ക് വരൻ വരണമെങ്കിൽ സമയമെടുക്കുന്നുണ്ടെങ്കിൽ ക്യാമറാമാൻ്റെ പോസിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്ന രൂപമുണ്ടെങ്കിൽ ഇസ്ലാമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന കാര്യമല്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന കാര്യമല്ല ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വൈവാഹിക ജീവിതത്തിനുള്ള മുഴുവൻ ബർക്കത്തും നഷ്ടപ്പെടും എന്ന് ചിന്തിക്കാനുള്ള മിനിമം ബുദ്ധിയെങ്കിലും സത്യവിശ്വാസികളെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്ന അഅ്ളമൻ നിക്കാഹ ബറകതൻ ഐസറുഹു
മഊനത്തുൻ, അഥവാ തീർച്ചയായും ഏറ്റവും ബർക്കത്തുള്ള വിവാഹം ചെലവ് കുറഞ്ഞ വിവാഹമാണ്. ചെലവ് കൂടിയ വിവാഹത്തിന് ബർക്കത്തുണ്ടെന്നല്ല പറഞ്ഞത്. ഐസറുഹും, ഏറ്റവും ലളിതമായി നടത്തുന്ന നിക്കാഹിനാണ് ഏറ്റവും വലിയ ബർക്കത്തുണ്ടാവുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിവാഹശേഷം കുടുംബജീവിതം സമാധാനപൂർണ്ണമാക്കാൻ ഇണകൾ തങ്ങളുടെ കടമകൾ കൃത്യമായി നിർവഹിക്കണം. ഭർത്താവിൻ്റെ കടമകൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം. ഭാര്യയ്ക്ക് നല്ല രീതിയിൽ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും നൽകുക, അവരോട് സൗമ്യതയോടുകൂടി പെരുമാറുക, അവരോട് കാരുണ്യത്തോടുകൂടി വർത്തിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിലുള്ള ആ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്ത്രീകൾ, ഭാര്യമാർ, അവരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. അപ്പോൾ നമ്മളിൽ ആരൊക്കെ ഉത്തമന്മാരായിട്ടുണ്ട്? ഞാൻ എൻ്റെ കാര്യം ആലോചിക്കുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം ആലോചിക്കുക. ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ, ഇല്ലെങ്കിലോ ഭാര്യയോട് ചൂടാകുന്നവർ, അവളെ അപമാനിക്കുന്നവർ, അവളുടെ വീട്ടുകാരെ തെറി പറയുന്നവർ, അവരുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളെ വളരെയധികം ശപിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കടമ പാലിക്കുന്നില്ല. ഭാര്യയുടെ കടമ എന്തൊക്കെയാണ്? ഭർത്താവിൻ്റെ ആദരവും അനുസരണവും കാണിക്കുക, അവൻ്റെ അഭാവത്തിൽ അവൻ്റെ സ്വത്തും അവളുടെ മാനവും കാത്തു സൂക്ഷിച്ച് ജീവിക്കുക. ഇതൊക്കെയാണ് വിവാഹത്തിൽ ഭാര്യമാർക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കണം. സഹിഷ്ണുതയും വിട്ടുവീഴ്ചയും മുഖമുദ്രയാക്കി അനാവശ്യ കടബാധ്യതകൾ വരുത്തുന്ന ആഡംബരങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകണം. ഒരേ രക്ഷിതാവിന് ഒരു കുട്ടിയുടെ വിവാഹം കഴിഞ്ഞാൽ എത്രയായിരിക്കും കടം? എന്തതിൻ്റെ ആവശ്യമുണ്ട്? ലോണെടുത്ത് വിവാഹം കഴിപ്പിക്കുന്ന അവസ്ഥകൾ. വളരെ സമാധാനപരമായി തുടങ്ങേണ്ട ഒരു വൈവാഹിക ജീവിതം ആ പെണ്ണിൻ്റെ രക്ഷിതാവിൻ്റെ മുഴുവൻ സമാധാനവും കാറ്റിൽ പറത്തിയാണ് ആ കല്യാണം നടന്നതെങ്കിൽ എന്തു സമാധാനം! ഒരിടത്ത് അസമാധാനം വിരിഞ്ഞു വരികയും മറ്റിടത്തെ സമാധാനം വിരിഞ്ഞു വരികയും ചെയ്യുന്നതാണോ കല്യാണം? അല്ല. എല്ലാവർക്കും സമാധാനമുള്ള അന്തരീക്ഷമായി മാറണമെങ്കിൽ റബ്ബിൻ്റെ ഇഷ്ടങ്ങൾ അറിയണം, റബ്ബിൻ്റെ അനിഷ്ടങ്ങൾ അറിയണം. അതിനനുസരിച്ച് ജീവിച്ചാലാണ് സ്വർഗത്തിലെത്തുക. വിവാഹ നിശ്ചയത്തിലെ മിഠായി വിതരണം ആരുണ്ടാക്കി? ദീനിൽ ഓരോന്ന് ഉണ്ടാക്കാൻ പാടുണ്ടോ? നിക്കാഹ് എങ്ങനെ നടത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് പോകണം. മഞ്ഞ കല്യാണം, മൈലാഞ്ചി കല്യാണം, അരിക്കുത്ത് കല്യാണം, ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ്? ഒരടിസ്ഥാനവുമില്ലാത്ത കച്ചവടവൽക്കരിക്കുന്ന സംഗതിയാണ്. കച്ചവടവൽക്കരണം ഒരു ആഘോഷത്തിലേക്കും കൊണ്ടുവരാൻ പാടില്ല. കാരണം അങ്ങനെ കൊണ്ടുവന്നാൽ ലക്ഷക്കണക്കിന് രൂപ പാഴാകും. അവിടെ മേക്കപ്പെടും, എന്നിട്ട് നിസ്കാരമുണ്ടാവില്ല. രാവിലെ മേക്കപ്പെട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന പെൺകുട്ടിക്ക് നിസ്കാരം വേണ്ടേ? നിസ്കാരം എങ്ങനെ നിർവഹിക്കും? 3000-നും 5000-നും 6000-നും ഇങ്ങനെ മേക്കപ്പെട്ടിട്ട് അങ്ങനെ വിവാഹം നടത്തുന്നു. എന്ത് സംഭവിക്കും? നമസ്കാരമില്ലാത്ത ഒരു ദിവസം, അവനവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, ഏറ്റവും അധികം പ്രാർത്ഥന കിട്ടേണ്ട ഒരു ദിവസം, ഏറ്റവും അധികം പുണ്യം ചെയ്യേണ്ട ഒരു ദിവസം, അന്ന് നമസ്കാരമില്ലാതെ കാഫിറായി ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വിവാഹം കഴിച്ചിട്ട് എന്താണ് കാര്യം? ആലോചിക്കണം, ചിന്തിക്കണം. ഗൗരവമുള്ള വിഷയമാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത് സൂചിപ്പിക്കുന്നത്. ആലോചിക്കണം. നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ അത് തനിച്ചും ഇസ്ലാമികമായിരിക്കണം എന്ന് വിചാരിക്കണം. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നമസ്കാരം. അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അന്നുണ്ടെങ്കിൽ, അന്നാർക്കുണ്ടെങ്കിലും അത് ആ വിവാഹത്തിൻ്റെ ബർക്കത്തിനെ ബാധിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നാൽ നമുക്ക് കുറച്ച് ഭയമെങ്കിലും ഉണ്ടാകും. ആഖിറത്തുനിന്ന് കിട്ടുന്നതൊന്നും ഭയമല്ല. ഈ ദുനിയാവ് ബർക്കത്ത് നഷ്ടപ്പെടും, കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞാലെങ്കിലും ഈ കാര്യത്തിൽ മാറ്റമുണ്ടാകും എന്ന് വിചാരിച്ചാണ് ആ കാര്യം പറയുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും തമ്മിൽ കണ്ട് സംസാരിക്കാനും ബന്ധം പുലർത്താനും വരുന്ന വേദിയിൽ സംസാരിക്കാൻ കഴിയില്ല. മ്യൂസിക് കൊണ്ട് 2 ബോക്സ് വെച്ച് ഇഷ്ടം പോലെ പാട്ട്. ആ സമയത്ത് 2 ആൾ സംസാരിക്കണമെങ്കിൽ എത്ര സ്ട്രെസ് എടുക്കണം? ആദ്യമായി കുറേ കാലം കഴിഞ്ഞ് കാണുന്ന എളാപ്പയും എളാപ്പയുടെ ജ്യേഷ്ഠൻ്റെ മകനും ഈ എളാപ്പയും തമ്മിൽ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കാനാണ്?
നിങ്ങളെല്ലാം അനുഭവസ്ഥരാണ്. ഒരു സ്ഥലത്ത് ചെന്ന് സംസാരിക്കാൻ കഴിയില്ല, എന്നിട്ട് ആളുകൾ ആ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ ചാരി നിന്ന് സംസാരിക്കുക. എത്രയധികം അതിഥികളെ അനാദരിക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു. അവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുകയാണ്. മ്യൂസിക് ഇടുക ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് പിശാചിൻ്റെ കുഴലൂത്താണ്. അതുള്ളിടത്ത് പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അവിടെ ഒരിക്കലും ബർക്കത്തിൻ്റെ സ്ഥാനമുണ്ടാവുകയില്ല. മലക്കുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയില്ല. കല്യാണങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പകരമായി മറ്റുള്ളവരുടെ തൃപ്തി തേടുകയാണ്. ആഡംബരം കാണിക്കാനും അഹങ്കരിക്കാനുമുള്ള വേദിയായി മാറി. ഖുർആൻ അഹങ്കാരികളെയും ധൂർത്തന്മാരെയും ശക്തമായി ശപിച്ചിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. ആ ധൂർത്തന്മാരിലും അഹങ്കാരികളിലും നമ്മൾ ചെന്നുപെടാൻ പാടില്ല. വധുവിനെ ജനമധ്യത്തിൽ പ്രദർശിപ്പിക്കുക, ക്യാമറയ്ക്ക് മുന്നിൽ പരസ്യമായി നിർത്തുക, എന്നിട്ട് റൊമാൻറ്റിക് ഫോട്ടോഷൂട്ടുകൾ എടുക്കുക, വരണ സ്റ്റേജിലേക്ക് കയറ്റുമ്പോൾ വികൃതികൾ ഉണ്ടാവുക. ഇതൊക്കെ മാനം നഷ്ടപ്പെടുന്ന കാര്യമാണ്. എന്തിൻ്റെ മാനം? അവരുടെ മാനമല്ല, ഇസ്ലാമിൻ്റെ മാനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനം. അതിനെയാണ് വില വെച്ച് മാറ്റി ചിന്തിക്കുന്നത്, അതിനെയാണ് വില വെക്കാതെ ജീവിക്കുന്നത്. അത് കൃത്യമായി ആലോചിക്കണം. ബന്ധുക്കളാണ് പ്രശ്നം, അമ്മാവന്മാരാണ് പ്രശ്നം, അമ്മായിമാരാണ് പ്രശ്നം. അമ്മായിമാരെ, നിങ്ങൾ പെണ്ണിൻ്റെ തട്ടമഴിക്കുന്നവരാകരുത്. നിങ്ങൾ പെണ്ണിനെ ഒരുക്കി നിർത്തി അന്യപുരുഷന്മാർക്ക് കാണാൻ തക്ക രൂപത്തിലാക്കുന്നവരാവരുത്. അതിൻ്റെ കുറ്റം മുഴുവൻ നിങ്ങൾക്ക് ആയിരിക്കും. കല്യാണമല്ലേ, എന്തു ന്യായമാണിത്? കല്യാണമാണെങ്കിൽ അന്ന് അല്ലാഹു തആലയുടെ നിരീക്ഷണം നഷ്ടപ്പെടുമോ? അന്ന് മലക്കെഴുതി വെക്കുന്നത് നഷ്ടപ്പെടുമോ? അന്ന് കിതാബിൽ ഹസനാത്ത് എഴുതി വെക്കാതിരിക്കുമോ? കിതാബിൻ്റെ രേഖയിൽ അത് എഴുതി വെക്കാതിരിക്കുമോ? ഇല്ല. കല്യാണത്തിൻ്റെ അന്ന് ഇതൊന്നും ഓഫാവുകയില്ല. അന്നും ഇത് ഓണായിട്ടായിരിക്കും. അന്നത്തതും നാളെ പരലോകത്ത് രേഖയിലുണ്ടായിരിക്കും. അന്നത്തതും മീസാനിലുണ്ടായിരിക്കും. അന്നത്തതും ഹിസാബിന് വിധേയമാക്കിയിട്ടേ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് അങ്ങോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. അത് ചിന്തിക്കണം. കല്യാണത്തിൻ്റെ നിശ്ചയത്തിന് മുമ്പ് തന്നെ കല്യാണം ലളിതമായി മാത്രമേ നടത്തൂ എന്ന് തീരുമാനിക്കാം. അനാചാരങ്ങൾ ഉണ്ടാവില്ല. ആ നിശ്ചയത്തിൻ്റെ അവിടെ ഒരാൾക്ക് എണീറ്റ് നിന്ന് പറയാൻ സാധിക്കണം, ഇതൊരു മിതമായ കല്യാണമായിരിക്കും, രണ്ട് ഭാഗത്തൊന്നും ദൂർത്തില്ലാത്ത കല്യാണമായിരിക്കും. ഇവിടെ ഈ കല്യാണത്തിൽ നിക്കാഹിൻ്റെ സമയവും നിക്കാഹുമാണ് പ്രധാനം, അവിടെയുള്ള വലീമയാണ് പ്രധാനം. അങ്ങനെ പറയാൻ ആർജവമുള്ളവരുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നല്ല നിലക്ക് കല്യാണങ്ങൾ നടത്താൻ സാധിക്കും. അള്ളാഹു കോപിക്കുന്ന, അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒരു കാര്യവും അവിടെ നടക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന നല്ല കല്യാണങ്ങൾ നടത്തിയാൽ നല്ല ബർക്കത്തുള്ള വൈവാഹിക ജീവിതം നമ്മുടെ മക്കൾക്ക് ലഭിക്കും. ആ ബർക്കത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഏത് ദൂർത്തുള്ള കല്യാണമാണെങ്കിലും അവിടെ എന്താണോ വിവാഹത്തിനെതിരായി നടക്കുന്നത്, വിവാഹത്തിന് അനുകൂലമല്ലാതെ നടക്കുന്നത്, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സ്വമനസ്സാലെ എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ പതുക്കെ ഈ സമുദായത്തിൽ നിന്ന് ഈ കാര്യത്തെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സത്യവിശ്വാസി എന്നും ഒരേ നിലപാടിൽ നിൽക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തിക്കെതിരായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തിക്കെതിരായി ദീന് വെച്ച നിയമത്തിൻ്റെ ആ ഒരു വക്രത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ എന്നിൽ നിന്നുണ്ടാവില്ലെന്ന് ഓരോരുത്തരും തീരുമാനിച്ചാൽ ഈ കല്യാണത്തിൻ്റെ ദുഷിച്ച സംസ്കാരത്തെ മാറ്റി നല്ല കല്യാണങ്ങളെ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സമൂഹത്തിൽ ഈമാനുള്ള ഇഖ്ലാസുള്ള നല്ല കല്യാണങ്ങൾ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ അല്ലാഹു തആല എത്തിച്ചു തരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞത് കല്യാണത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹുവിനും റസൂലിനും ഇഷ്ടപ്പെടാത്തത് ഒഴിവാക്കണമെന്നാണ് സൂചിപ്പിച്ചത്. അത് അങ്ങനത്തെ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥ നമുക്കില്ലാതിരുന്നാൽ തന്നെ ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൃത്യമായ ധാരണ ഈ ഭർത്താവാകുന്ന ഭാര്യയാകുന്ന ആളുകൾക്ക് നൽകണം, ഈ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും നൽകണം.
നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ നൽകണം. ഇസ്ലാമിക നിയമങ്ങളും സാമൂഹിക തത്വങ്ങളും അനുസരിച്ച് പരസ്പരമുള്ള കടമകളും അവകാശങ്ങളും എന്തൊക്കെയാണ് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. അതേപോലെ തുറന്ന് സംസാരിക്കാനും വികാരങ്ങളും ആവശ്യങ്ങളും പങ്കുവെക്കാനും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സ് തുറന്ന് സംസാരിക്കാനുമുള്ള പരിശീലനം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും നൽകേണ്ടതുണ്ട്. ദാമ്പത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ വഴക്കുകളോ ഉണ്ടാകുമ്പോൾ വൈകാരികമായി പെരുമാറാതെ ശാന്തമായി അവ പരിഹരിക്കാനുള്ള വഴികൾ ഈ പെൺകുട്ടിയെയും ആൺകുട്ടിയെയും പഠിപ്പിക്കണം. നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ, ബന്ധം തകരാതെ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണമെന്ന ഒരു ഗൈഡ് ലൈൻ ഈ മക്കൾക്ക് നൽകണം. വരുമാനത്തെക്കുറിച്ച് ചെലവ് ചുരുക്കാനും അതേപോലെ അനാവശ്യമായ കടബാധ്യതകൾ ഒഴിവാക്കാനും കുടുംബത്തിൻ്റെ ഭാവി സാമ്പത്തിക ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള ബോധവൽക്കരണങ്ങൾ കുട്ടികൾക്ക് നൽകണം. സിനിമകളിലോ സോഷ്യൽ മീഡിയകളിലോ കാണുന്ന ഫിക്ഷൻ പ്രണയമല്ല യഥാർത്ഥത്തിൽ ജീവിതമെന്നും ജീവിതമെന്നത് പ്രായോഗികമായ ഒരവസ്ഥയാണെന്നും അതിൽ എപ്പോഴും കളർഫുള്ളായ ഒരവസ്ഥ ഉണ്ടാവുകയില്ലെന്നും ഈ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. വിവാഹശേഷം ഇരുഭാഗത്തു നിന്നും മാതാപിതാക്കളോടും ബന്ധുക്കളോടും എങ്ങനെ പെരുമാറണം എന്നത് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ അതിരുകൾ നിശ്ചയിക്കണം, അതിനൊരു വ്യക്തത നൽകണം. അതേപോലെ ഈ ഇണയുടെ സ്വഭാവരീതികൾ, താല്പര്യങ്ങൾ, അവരുടെ ദേഷ്യം, ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. കല്യാണം കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞ് രക്ഷിതാക്കൾ തമ്മിൽ കൂടിയിരുന്ന് അവരുടെ ജീവിതത്തിൽ വന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതൊക്കെ തീർക്കാൻ രക്ഷിതാക്കളെ സഹായിക്കണം. സാധാരണ പെൺവീട്ടുകാർ പെണ്ണിനെ സംരക്ഷിക്കുകയും അവൾ എന്ത് അന്യായം ചെയ്താലും അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. ആൺവീട്ടുകാരോ ആണിൻ്റെ കൂടെ നിന്ന രക്ഷിതാക്കൾ അവൻ എന്ത് അന്യായം ചെയ്താലും അവൻ്റെ കൂടെ നിൽക്കും. ഇത് തന്നെ ബന്ധങ്ങൾ തകർക്കുന്ന ഒരു വിഷയമാണ്. ഇത് 2 പേരൊന്നായിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മകനാണ് എന്ന് വിചാരിച്ച് 4 രക്ഷിതാക്കളും ഉമ്മയും വാപ്പയും അപ്പുറത്ത് ഉമ്മയും വാപ്പയും ഇത് നമ്മുടെ മക്കളാണ്, ഇവരുടെ പ്രശ്നം തീർക്കണമെന്ന് ഈ 4 പേരും ചേർന്ന് നിന്നാൽ ഇവരുടെ ഇടയിലുള്ള ഏത് പ്രശ്നവും തീർക്കാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു മാനസിക വിശാലതയുണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് മക്കളുടെ ദാമ്പത്യം ഭംഗിയായി മുന്നോട്ട് പോവുകയും അവർക്ക് നല്ല മക്കളുണ്ടായി നല്ല രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. ആ രൂപത്തിൽ ജീവിക്കുന്ന നല്ല ദാമ്പത്യങ്ങൾ വളർന്നു വരണമെങ്കിൽ ഈ ബോധമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത്. യുവാക്കളോട് സൂചിപ്പിക്കാനുള്ളത്, ഒരു കാര്യത്തിലും കൃത്യമായി അറിയാതെ ട്രെയിനിങ് കിട്ടാതെ ഇറങ്ങിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ യുവാക്കളെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കല്യാണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മുന്നോട്ട് പോക്കുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ധാരണ അറിവുള്ളവരോട് ചോദിച്ച് വരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കൺകുളിർമ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈമാനോടുകൂടി സൽസ്വഭാവത്തോടുകൂടി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ഇണകളോടൊപ്പം മക്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.